പ്രായകാല ദേശഭേദമില്ലാതെ എല്ലാവരും ആസ്വദിക്കുന്ന കഥകൾക്ക് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. കഥാശ്രവണ കുതുകികളാണ് കുട്ടികൾ എന്ന അറിവ് പ്രാചീന ആചാര്യന്മാർക്കുണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിൽ കഥകൾ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും അവർ ബോധവാന്മാരായിരുന്നു. കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ടീച്ചർ ഒരു കഥ പറയട്ടെ. കഥയുടെ പേരാണ് തത്തമ്മയും തവളക്കുട്ടനും. എന്താണ് കഥയുടെ പേര്? നമ്മുടെ മലരണിക്കാട്ടിലെ മണ്ട പോയ തെങ്ങിലായിരുന്നു തത്തമ്മയുടെയും 3 കുഞ്ഞുങ്ങളുടെയും താമസം. പറന്ന് പറന്ന് തത്തമ്മ ആ പേരമരത്തിന്റെ കൊമ്പിൽ ചെന്ന് ഇരുന്നു. പഴുത്തൊരു പേരയ്ക്ക ഞെട്ടോടെ കൊത്തി തൻ്റെ ചുണ്ടിൽ വെച്ചു. എന്തിനാ അങ്ങനെ ചെയ്തത്? എന്തിനാ? തത്തമ്മയുടെ കുഞ്ഞുങ്ങൾ കൂട്ടിലുണ്ട് അല്ലേ? കൂട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി തത്തമ്മ അതിൻ്റെ ഞെട്ടറ്റു പോകാതെ തൻ്റെ ചുണ്ടോട് ചേർത്ത് വെച്ചു. ആശയവിനിമയം നടത്താനുള്ള മനുഷ്യന്റെ ജന്മസിദ്ധമായ കഴിവിനെ പരിപോഷിപ്പിക്കാൻ ഭാഷണ പരിശീലനം അത്യാവശ്യമാണ്. 1 വയസ്സിനും 1.5 വയസ്സിനുമിടയിൽ ഒറ്റ പദങ്ങൾ ഉച്ചരിച്ചു തുടങ്ങുന്ന കുട്ടി 3 വയസ്സാകുമ്പോഴേക്കും നാടകീയമായ രീതിയിൽ അതിവേഗത്തിൽ അന്യർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ മാതൃഭാഷ സ്വായത്തമാക്കുന്നു. ആശയ സ്വീകരണത്തിനും പ്രകടനത്തിനും വേണ്ടത്ര അവസരം ലഭിക്കുന്നവരിൽ ഭാഷണശേഷി കൂടുതലായി മെച്ചപ്പെട്ടു വരുന്നു. ഭാഷണശേഷി വികസിപ്പിക്കുന്നതിൽ കഥ പറച്ചിലിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് അധ്യാപകർ നിർബന്ധമായും നേടിയിരിക്കേണ്ട ഒരു നൈപുണി എന്ന രീതിയിൽ അധ്യാപക വിദ്യാർത്ഥികൾക്കായി കഥ പറച്ചിൽ ശില്പശാലയും തുടർച്ചയെന്നോണം കഥ പറയൽ മത്സരവും സംഘടിപ്പിക്കുന്നത്. കഥകൾ വ്യത്യസ്ത തരത്തിൽ അവതരിപ്പിക്കാം. വിരൽപ്പാവ ഉപയോഗിച്ച് നടത്താം. കഥകളുടെ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് നടത്താം. ഇന്നത്തെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് IT ഉപയോഗിച്ചുകൊണ്ട് കഥകൾ പറഞ്ഞു കൊടുക്കാം. ശാസ്ത്ര കഥകളും ഗണിത കഥകളും വെറുതെ നേരം പോക്കിനുള്ള കഥകളും കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്താൻ പറ്റുന്ന സാരോപദേശ കഥകളും, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കഥകൾ പ്രീ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ശൈലികൾ സ്വീകരിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള രീതികൾ സ്വീകരിക്കുമ്പോൾ കുട്ടികൾക്ക് അത് ഏറ്റവും ലളിതമായിട്ട് ഉൾക്കൊള്ളാനും സാധിക്കുന്നു. അധ്യാപക വിദ്യാർത്ഥികൾക്കായി GTTIMN ഒരുക്കുന്ന ഒരു കഥ പറയൽ മത്സരത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അമ്മച്ചിപ്ലാവിന്റെ പൊത്തിൽ ഒരു അമ്മ പ്രാവും ഒരു കുഞ്ഞിപ്രാവും പാർത്തിരുന്നു. അമ്മയ്ക്ക് പോലും ഒരു വക കൊടുക്കാത്ത ആർത്തിക്കാരനായിരുന്നു കുഞ്ഞിപ്രാവ്. കുഞ്ഞിപ്രാവിന്റെ ഈ ആർത്തിയും വെപ്രാളൊക്കെ കാണുമ്പോ അമ്മപ്രാവ് പറയും, ഉണ്ണി, ഏത് കാര്യത്തിനും ഒരു അടക്ക് ചിട്ടിയൊക്കെ വേണം. അധികം കുത്തിയാൽ ആപത്താണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് ലോക പ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞനും ഭൗതിക ശാസ്ത്രജ്ഞനുമായിരുന്ന ആർക്കിമിഡീസിന്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ചെറിയ കഥയാണ്. ഈ തത്വം പിന്നീട് നമ്മുടെ ശാസ്ത്ര പഠനത്തിൽ വലിയ ഒരു തത്വമായി നിലകൊള്ളുന്നു. ഇതാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന വലിയ ഒരു പാഠമായി പിൻകാലത്ത് മാറിയിട്ടുള്ളത്. അമ്മേ, എനിക്ക് അത് തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചാവെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കുട്ടിക്കുറുക്കൻ വാശി പിടിക്കാൻ. വാശി, എന്ത് അനാവശ്യ കാര്യങ്ങൾക്ക് നമ്മൾ വാശി പിടിക്കരുത്. അതാണ് ഈ കഥയുടെ ഗുണപാഠം. ഓക്കേ, ഇതൊരു കഥ പറയൽ ശില്പശാലയാണ്. കഥ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ ചിലത് ഇവിടെ സൂചിപ്പിക്കാം. കഥയിലൂടെ കേൾവിക്കാരനുമായി ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കണം. കഥാപാത്രങ്ങളുടെ സന്തോഷം, ദുഃഖം, ആകാംക്ഷ തുടങ്ങിയ എല്ലാ വികാരങ്ങളും വായനക്കാരനിലേക്ക് നമുക്ക് പകരാൻ സാധിക്കണം. അതുപോലെ അനാവശ്യമായ വിവരണങ്ങൾക്ക് ഒഴിവാക്കി
കഥയുടെ ഒരു ഒഴുക്ക് അത് നിലനിർത്തി കഥയെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കണം. ഭാഷയുടെ സൗന്ദര്യം നിലനിർത്തുന്ന തരത്തിൽ, എന്നാൽ ലളിതമായ ഭാഷ ഉപയോഗിക്കണം. കഥയിലെ സംഭവങ്ങൾ, കാഴ്ചകൾ, വികാരങ്ങൾ എന്നിവ വാക്കുകളിലൂടെ മനോഹരമായി ചിത്രീകരിക്കുക വഴി വായനക്കാരൻ്റെ മനസ്സിൽ ആ രംഗങ്ങൾ കാണുന്ന അനുഭൂതി സൃഷ്ടിക്കാനാവണം. ഇനി ഭാഷയുടെ കാര്യത്തിലാണെങ്കിൽ പ്രാദേശികമായ ഭാഷയിലുള്ള സംഭാഷണ ശകലങ്ങൾ ഉണ്ടെങ്കിൽ പരമാവധി ആ പ്രാദേശിക ഭാഷയിൽ തന്നെ അവതരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം വിവരണങ്ങൾ നമുക്ക് ലളിതമായി തന്നെ തുടരുവാൻ സാധിക്കുകയും വേണം. അപ്പോൾ കഥ പറച്ചിലിൻ്റെ സൗന്ദര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്. അത് നേരിട്ട് നമുക്കൊന്ന് അനുഭവിക്കണം, ഇല്ലേ? എനിക്കൊന്ന് കേൾക്കണം നിങ്ങൾ എങ്ങനെ കഥ പറയുന്നു എന്നുള്ളത്. നിങ്ങളിപ്പോൾ ഒരു പ്രൈമറി ക്ലാസ്സിലാണ്, അത് 1 to 4 ക്ലാസ്സിലാണ്. ഈ ക്ലാസ്സിൽ കുട്ടികൾക്ക് എങ്ങനെ ഒരു കഥ പറഞ്ഞു കൊടുക്കണം? ആര് പറഞ്ഞുതരും? ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു കഥ ആരുണ്ട്? യെസ്, ഇവിടെ ഒരാൾ. എന്താ പേര്? ഡോണ. ഡോണ. ഡോണർ ടീച്ചർ റെഡിയാണ്. നിങ്ങളൊക്കെ ഇപ്പോൾ 4ാം ക്ലാസ്സുകാർ. ഓക്കെ, നമുക്ക് നല്ലൊരു കഥ കേൾക്കാം. റെഡി? യെസ്, ഡോണ കഥ പറയുന്നു. നിങ്ങളൊക്കെ കുട്ടികളായിരിക്കാം. റെഡിയല്ലേ? യെസ്. നമുക്കൊരു കഥ കേട്ടാലോ? കേൾക്കാം അല്ലേ? അപ്പോൾ ടീച്ചർ ഇവിടെ ഒരു വൃദ്ധൻ്റെ മാമ്പഴ മരം എന്ന് പറഞ്ഞ കഥയാണ് പറയാൻ പോകുന്നത്. ദൂരെ ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ഒരു വൃദ്ധനുണ്ട്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു വീടുണ്ട്. ആ വീട്ടിലേക്ക് ബെന്നിയും കുടുംബവും വന്നു. ആരാണ് വന്നേ? ആ, ബെന്നി ആലോചിച്ച് എന്താണെന്നറിയോ? ആ തൈമാവ് വളർന്ന് വരുമ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചു പോവില്ലേ? അദ്ദേഹത്തിന് 80 വയസ്സായില്ലേ? മരിച്ചു പോവില്ലേ? അപ്പൊ അതിന്റെ കായ്ഫലങ്ങൾ അദ്ദേഹത്തിന് കഴിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? എന്നിട്ടും അദ്ദേഹം എന്താ ചെയ്യണത്? അതിനെ പരിപാലിക്കുന്നുണ്ട് അല്ലേ? അതാണ് ബെന്നി ചോദിച്ചത്. അപ്പൊ വൃദ്ധൻ പറയാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ ചെടി നനയ്ക്കുന്നത്, എൻ്റെ ഭാവി തലമുറകളില്ലേ, അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കൾ, അങ്ങനെ കുറേ പേരില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ്. ആ വൃദ്ധൻ എന്താ ചെയ്തത്? അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല, ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കരുതിയത്. കാഞ്ഞങ്ങാട് സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, സൗമ്യ എന്നുള്ള പേര്. സൗമ്യ മിടിക്കുക, നന്നായി പഠിക്കും. ഉള്ള മുടിയാ ഇത്രയാ, മുട്ടിന് താഴെയാ. അതുകൊണ്ട് നല്ല മുടിയുള്ള സൗമ്യ എന്നാ പറയും. കാരണം ഒരേ പേരിൽ പല കുട്ടികളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവളെ തിരിച്ചറിയാൻ ഉള്ളൊരു മാർക്ക് അതാണ് എന്ത്? ഇത്ര മുടിയുള്ള സൗമ്യ എന്നാണ്. സൗമ്യ മിടുക്കി ആയതുകൊണ്ട് തന്നെ അച്ഛൻ കാര്യമായ ഓഫറൊന്നും കൊടുക്കാതെ തന്നെ അവൾ പഠിക്കും. എങ്കിലും 7ാം ക്ലാസ്സിൽ നന്നായിട്ട് ഫുൾ മാർക്കൊക്കെ വാങ്ങി വന്നാൽ എനിക്കൊരു സമ്മാനം തരാമെന്നൊക്കെ അച്ഛൻ ഓഫർ കൊടുത്തു. അവളത് സ്വീകരിച്ചു. എന്ത് വേണമെങ്കിലും കൊടുക്കാമെന്നുള്ളതാണ്. റിസൾട്ട് വന്നപ്പോൾ ഗംഭീര വിജയമാണ് സൗമ്യക്കുണ്ടായത്. അച്ഛൻ ചോദിച്ചു, എന്താ മോളെ സമ്മാനം വേണ്ടത്? അച്ഛാ, എനിക്ക് മൊട്ടയടിക്കണം. മനമില്ലാ മനസ്സോടെ അച്ഛൻ മോളെയും കൂട്ടി അങ്ങാടിയിലേക്ക് പോകുന്നു. ഏതായാലും അവളുടെ നിർബന്ധപ്രകാരം മുടി കട്ട് ചെയ്യുന്നു, വടിച്ചെടുക്കുന്നു. അച്ഛനൊരു ഷാള് കരുതിയിരുന്നു. കാരണം തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, ചെറിയ കുട്ടിയല്ലേ. മുട്ട കണ്ണാടി കാണുന്ന സമയത്ത് അവൾ കരയും ഉറപ്പാണ്. അതുകൊണ്ട് ഒരു ഷാളൊക്കെ കെട്ടിയിട്ട് വേണം കൊണ്ടുപോകാൻ. ഷാളൊക്കെ ഇടിച്ച് അവളെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുപോയി. പിറ്റേന്ന് സ്കൂളിൽ തീർച്ചയായിട്ടും മോൾ പോവില്ല എന്ന് ഉറപ്പാണ്. അപ്പോഴത്തെ ഒരു ആവേശത്തിന് പറഞ്ഞതായിരിക്കും, നിങ്ങളെ മോള് ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. എൻ്റെ മോൾക്ക് ക്യാൻസറാണ്. അവളുടെ സുഹൃത്താണ്. അവൾ മുടിയിൽ എല്ലാം കൊഴിഞ്ഞിരിക്കുകയാണ്. സ്കൂളിലേക്ക് പോവില്ല എന്ന് വാശി പിടിക്കുകയായിരുന്നു. പോകാൻ അവൾക്ക് വയ്യ. ഈ മുടിയുമായിട്ട് താൻ പോവില്ല എന്ന് അവൾ പറയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മോൾ എൻ്റെ മോളോട് പറയുന്നുണ്ടായിരുന്നു, ഞാനും ഉണ്ടാവും നിൻ്റെ കൂടെ, നീ എൻ്റെ കൂടെ വരണം, നാളെ രാവിലെ നിന്നെപ്പോലെ ഞാനും ഉണ്ടാവും. അങ്ങനെ നിങ്ങളുടെ മോൾ എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ വന്നു, എൻ്റെ മോളെയും കൂട്ടി പോയി സന്തോഷത്തോടെ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഈ കരച്ചിൽ, അമ്മയും കരയുന്നു, രണ്ട് അച്ഛന്മാരും കരയുന്നു. സൗമ്യ മാത്രം വലിയ ഭാവവും മാറ്റമൊന്നും ഇല്ലാതെ നിൽക്കുകയും ചെയ്യുന്നു. ഇതൊരു അനുഭവമാണ്, ഇതൊരു സംഭവമാണ്. ഈ സംഭവം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്താ തോന്നുന്നത്?
എന്താണ് ത്യാഗം എന്നത് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഏറ്റവും പ്രിയപ്പെട്ടത് നൽകുമ്പോഴാണ് ത്യാഗമാവുന്നത്. നമ്മൾ മണലിൽ എഴുതണം. അപ്പോൾ എന്താണ്? ക്ഷമയാകുന്ന കാറ്റ് ഇതിനെ മായ്ച്ചു കളയും. ക്ഷമയാകുന്ന കാറ്റ്. പക്ഷേ ഒരാൾ രക്ഷിച്ചു, ഒരാൾ നമുക്ക് സന്തോഷം നൽകി. അത് നമ്മൾ പാറയ്ക്ക് മുകളിൽ കൊത്തിവെച്ചാൽ അത് ആര് വിചാരിച്ചാലും മായ്ക്കാൻ കഴിയില്ല. നമ്മുടെ മനസ്സിൽ അത് അങ്ങനെ പതിയുമ്പോഴാണ് സുഹൃത്ത് ബന്ധങ്ങൾ എന്താവുന്നത്? ദൃഢമാകുന്നത്. കുട്ടികളെ, നിങ്ങൾക്ക് കഥ ഇഷ്ടമാണോ? ആണോ? കഥ ഇഷ്ടമാണോ? ഓക്കെ, നിങ്ങൾ കുറേ കഥകൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ? നല്ല തിരക്കുള്ള ഒരു ബസ്, നിറയെ ആളുകളുണ്ട്. ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് പോയി കുറേ ദൂരം എത്തിയപ്പോൾ പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഒരാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അയ്യോ എൻ്റെ പേഴ്സ് കാണുന്നില്ല, അയ്യോ എൻ്റെ പേഴ്സ് കാണുന്നില്ല. അങ്ങനെ ആളുകൾ എല്ലാവരും കൂടെ തിരഞ്ഞു നോക്കാൻ തുടങ്ങി. ബാക്കി നിങ്ങൾ ഈ കഥയുടെ ബാക്കി നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഇങ്ങനെ നിങ്ങൾക്ക് അറിയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? വികസിപ്പിച്ച് കൊണ്ടുവരണം. ഓക്കെ, നമുക്ക് ഇവിടെ തുടങ്ങിയാലോ? പണമില്ലാതെ ഞാൻ എന്ത് ചെയ്യും? നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാം. അങ്ങനെ അവരെല്ലാവരും പോലീസ് സ്റ്റേഷനിൽ പോകും. എന്നിട്ട് അയാളോട് ക്ഷമ ചോദിപ്പിച്ചു. ക്ഷമ ചോദിച്ചു. കൂടെ പോയിട്ട് കാണും. നീ ആരെയും പേഴ്സ് മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞു. മോഷ്ടിക്കാൻ പാടില്ല. നാടോടിക്കഥകൾ ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്രാചീന കലാസമ്പ്രദായമാണ്. ഇവ തലമുറകളായി വാമൊഴിയിലൂടെ കൈമാറി വന്നവയാണ്. കൂടാതെ ഒരു സമൂഹത്തിൻ്റെ വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, ചരിത്രം എന്നിവ പ്രതിഫലിപ്പിക്കുന്നതാണ്. ദൈവങ്ങളെയും മറ്റ് ദൈവിക ജീവികളെയും കുറിച്ചുള്ള കഥകൾ, ഐതിഹ്യങ്ങൾ, ചരിത്രങ്ങളെയോ വ്യക്തികളെയോ അടിസ്ഥാനമാക്കിയുള്ള കഥകൾ, വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള കഥകൾ, മൃഗകഥകൾ, ഇങ്ങനെയുള്ള വിവിധങ്ങളായ കഥകൾ സാംസ്കാരിക അറിവും മൂല്യങ്ങളും സംരക്ഷിക്കാൻ സഹായിക്കുന്നു. നന്നായി കഥ പറയുക എന്നത് അധ്യാപനത്തിനു വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നൈപുണ്യമാണ്. വിദ്യാർത്ഥികളെ ആകർഷിക്കാനും അവരെ ലളിതമായി പഠനത്തിലേക്ക് നയിക്കാനും കഥകൾക്ക് സാധിക്കും. നന്നായി കഥ പറയുന്നവർക്ക് ശ്രോതാക്കളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനുമാവും. ഇത് വിദ്യാർത്ഥികളെ പഠന പ്രക്രിയയിൽ കൂടുതൽ ശ്രദ്ധയോടെ ഏർപ്പെടാൻ സഹായിക്കും. കഥയിലൂടെ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് വിവരങ്ങൾ ഓർമ്മിച്ചു വയ്ക്കാൻ എളുപ്പമാവും. സങ്കീർണമായ ആശയങ്ങൾ ലളിതമായി വിശദീകരിക്കാൻ കഥകൾക്ക് സാധിക്കും. ഭാവന വളർത്താനും സ്വന്തമായി സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഇത് കുട്ടികളെ പ്രാപ്തരാക്കും. ആധുനിക സാങ്കേതിക വിദ്യകൾ എല്ലാം തന്നെ മികച്ചു നിൽക്കുമ്പോഴും കഥ പറയൽ നൈപുണി അവയോടൊപ്പം മികച്ചു നിൽക്കുന്ന നല്ലൊരു വിദ്യ തന്നെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല.